ട്രംപിന്റെ വെടിനിർത്തൽ പ്രഖ്യാപനം. ക്രൂഡ് ഓയിൽ വില താഴുന്നു. ഇന്ത്യ-റഷ്യ വ്യാപാരം $100 ബില്യൺ. പുതിയ ലക്ഷ്യം, പുതിയ കരാറുകൾക്ക് തയ്യാറെടുപ്പ്. ഫ്ലിപ്കാർട്ട് ഇന്ത്യയിലേക്കുള്ള മാറ്റം പൂർത്തിയാക്കി. ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ ശക്തമായി നിലകൊള്ളുന്നു. FY26-ൽ 7.5% വളർച്ച പ്രതീക്ഷിക്കുന്നു. സെൻസെക്സ് നിഫ്റ്റി ഇന്നലെ കനത്ത തകർച്ച. ഇന്നു മുതൽ മാറ്റം പ്രതീക്ഷിക്കുന്നു. ബുക്കർമാൻ ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ദേവിക. ഡിജിറ്റൽ ന്യൂസ് പ്രസന്റർ. ട്രംപിന്റെ വെടിനിർത്തൽ പ്രഖ്യാപനം. ക്രൂഡ് ഓയിൽ വില താഴുന്നു. ഗ്ലോബൽ വിപണികൾ തിരിച്ചുകയറിയേക്കും. പ്രഖ്യാപനം ഇറാൻ മുഖവിലക്കെടുത്തിട്ടില്ലെങ്കിലും വിപണിയിൽ മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇന്ത്യ-റഷ്യ വ്യാപാരം $100 ബില്യൺ. പുതിയ ലക്ഷ്യം, പുതിയ കരാറുകൾക്ക് നീക്കം. വിദേശകാര്യമന്ത്രി S. ജയശങ്കർ 2030ഓടെ ഇന്ത്യ-റഷ്യ ബൈലാറ്ററൽ ട്രേഡ് $100 ബില്യൺ ഉയർത്താനുള്ള പദ്ധതി വിശദീകരിച്ചു. പുതിയ ഡീലുകളും ഊർജ്ജ വ്യാപാര സഹകരണവും ശക്തമാക്കി. ഗ്ലോബൽ അനിശ്ചിതത്വത്തിനിടയിൽ ഇന്ത്യയുടെ വൈവിധ്യവൽക്കരണം. ഫ്ലിപ്കാർട്ട് ഇന്ത്യൻ അടിസ്ഥാനത്തിലേക്ക് പൂർണ്ണമായി മാറി. 2026ഓടെ IPO തയ്യാറെടുപ്പ്. സിംഗപ്പൂരിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഹോൾഡിംഗ് കമ്പനി മാറ്റി പൂർത്തിയാക്കി ഫ്ലിപ്കാർട്ട്. ഇന്ത്യൻ എക്സ്ചേഞ്ചുകളിൽ 2026 അവസാനമോ 2027 തുടക്കത്തിലോ IPO നടത്താനുള്ള തയ്യാറെടുപ്പ്. ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ ശക്തമായി നിലകൊള്ളുന്നു. FY26-ൽ 7.5% വളർച്ച പ്രതീക്ഷിക്കുന്നു. ഫീച്ച് റേറ്റിംഗ്സ്. ഗ്ലോബൽ അസ്ഥിരതയ്ക്കിടയിലും ശക്തമായ ആഭ്യന്തര ഡിമാൻഡും ഉപഭോഗവും നിക്ഷേപവും കാരണം ഫീച്ച് FY26-ന് മാർച്ച് 2026 വരെ ഇന്ത്യയുടെ GDP വളർച്ച 7.5% ഉയർത്തി പ്രവചിച്ചു. സെൻസെക്സ് നിഫ്റ്റി ഇന്നലെ കനത്ത തകർച്ച. സെൻസെക്സ് 1836 പോയിന്റ് ഇടിഞ്ഞ് 72,696-ലെത്തി. നിഫ്റ്റി 22,512-ൽ. ഇറാൻ സംഘർഷം, ഉയർന്ന ഓയിൽ വില, FII ഔട്ട്ഫ്ലോ എന്നിവയുടെ സ്വാധീനത്താൽ മാർച്ച് 23-ന് സെൻസെക്സ് 2.46% ഇടിഞ്ഞു. നിഫ്റ്റി 2.6% നഷ്ടത്തിൽ ക്ലോസ് ചെയ്തു. ഇന്നു മുതൽ മാറ്റത്തിന് സാധ്യത. ഹെഡ്ലൈൻസ് അഗെയിൻ. ട്രംപിന്റെ വെടിനിർത്തൽ പ്രഖ്യാപനം. ക്രൂഡ് ഓയിൽ വില താഴുന്നു. ഇന്ത്യ-റഷ്യ വ്യാപാരം $100 ബില്യൺ. പുതിയ ലക്ഷ്യം, പുതിയ കരാറുകൾക്ക് തയ്യാറെടുപ്പ്. ഫ്ലിപ്കാർട്ട് ഇന്ത്യയിലേക്കുള്ള മാറ്റം പൂർത്തിയാക്കി. ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ ശക്തമായി നിലകൊള്ളുന്നു. FY26-ൽ 7.5% വളർച്ച പ്രതീക്ഷിക്കുന്നു. സെൻസെക്സ് നിഫ്റ്റി ഇന്നലെ കനത്ത തകർച്ച. ഇന്നു മുതൽ മാറ്റം പ്രതീക്ഷിക്കുന്നു. ഞാൻ ദേവിക. ബുക്കർമാൻ ബിസിനസ് ന്യൂസ്. വീണ്ടും നാളെ രാവിലെ